കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാനെ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ സഹായിച്ചത് IMF ആണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനാകട്ടെ IMFന്റെ സഹായം ഇനി വേണ്ട എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല തങ്ങളുടെ ആയുധ വിപണി കൂടുതൽ സജീവമാകുകയാണ് എന്നും ആയതിനാൽ തന്നെ വരുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ തങ്ങൾ സാമ്പത്തികമായി തന്നെ മെച്ചപ്പെടുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഘട്ടം ഘട്ടമായി തന്നെ ഇപ്പോൾ പാകിസ്ഥാനാകട്ടെ അവരെ സഹായിച്ചവരെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാൻ വീണ്ടും വിചിത്രമായ വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. സ്വന്തം വിമാന കമ്പനിയായ പിയ പോലും അത് വിറ്റു തുലക്കേണ്ട ഒരു അവസ്ഥ പാകിസ്ഥാന് വന്നിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയുമായി നടന്ന ഏറ്റുമുട്ടലിൽ പാക് വിമാനങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുവെന്നും അതിനാൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ആയുധങ്ങൾക്കായി തന്നെ നിരവധി ഓർഡറുകൾ, അതായത് ഓർഡറുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഇപ്പോൾ തങ്ങൾക്ക് വരുന്നതെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ തങ്ങളുടെ ആയുധ വിപണി സജീവമായെന്നും അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ IMFന്റെ സഹായമില്ലാതെ തന്നെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഖ്വാജ ആസിഫ് അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയുമായി നടന്ന 4 ദിനരാത്രങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഒരു മിനി യുദ്ധത്തിൽ പാക് വ്യോമസേന കരുത്ത് തെളിയിച്ചെന്നും ഇതിനാൽ തന്നെ ചൈനീസ് നിർമ്മിത JF-17 ആ വിമാനങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ് എന്നതാണ് പ്രതിരോധ മന്ത്രിയുടെ അവകാശവാദം. ഇത് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാക് വ്യോമസേനയെ അക്ഷരാർത്ഥത്തിൽ തന്നെ നിശബ്ദമാക്കിയിരുന്നു. ഗുജ്റാൻ വാലിയിലെ ഭീകര ക്യാമ്പുകളെ തകർക്കാനായി തന്നെ ഇന്ത്യ നടത്തിയ ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിലാകട്ടെ പാകിസ്ഥാന്റെ 10ഓളം യുദ്ധവിമാനങ്ങൾ നിലത്തു തന്നെ കത്തിയമരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ കണക്കിലെടുക്കാതെ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏകദേശം 20% സൈനിക പശ്ചാത്തല സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ട പാകിസ്ഥാനിലാകട്ടെ അന്ന് ഇന്ത്യയുടെ മുന്നിൽ വെടിനിർത്തലിനായി തന്നെ അപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ. ഈ കനത്ത പരാജയമാണ് ഇപ്പോൾ ആ ഒരു വിജയത്തിനായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ആയുധങ്ങൾ വിൽക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത്. പാകിസ്ഥാൻ സ്വതന്ത്രമായി നിർമ്മിച്ചെന്ന് അവകാശപ്പെടുന്ന JF-17 തണ്ടർ വിമാനങ്ങളുടെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ വിമാനത്തിൻ്റെ സിംഹഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ചൈനയിലാണ്. പാകിസ്ഥാൻ വെറും ഒരു അസംബ്ലിംഗ് യൂണിറ്റ് മാത്രമാണ് അവിടെ അതായി തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. വിമാനം വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ചൈനയ്ക്കാണ് ലഭിക്കുന്നത്. എന്നാൽ തങ്ങൾക്കാണത് ലഭിക്കാൻ പോകുന്നതെന്ന വ്യാമോഹം അല്ലെങ്കിൽ അത്തരം ഒരു മിഥ്യാധാരണയോടുകൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു അവകാശവാദം നടത്തിയിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത ഏജന്റുകളാണ് ഇതിൽ കൂടുതലായി തന്നെ ഉപയോഗിക്കുന്നത്. അതായത് $300 ബില്യൺ കടബാധ്യതയുള്ള പാകിസ്ഥാൻ ചൈനയുമായി പങ്കുവയ്ക്കുന്ന ലാഭവിഹിതം കൊണ്ട് ഈ കടം വീട്ടാമെന്ന് പറയുന്നത് വെറും ബുദ്ധിമോശം അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തമായി തന്നെ ഇതിനെ കണക്കാക്കാമെന്നും ഇതിലൂടെ തന്നെ സാമ്പത്തിക വിദഗ്ധർ എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതിനോടകം തന്നെ സാമ്പത്തികമായി പാപ്പരടിക്കുന്നു എന്നതാണ് വിദഗ്ധർ മറ്റൊരു മുന്നറിയിപ്പായി തന്നെ അവർക്ക് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.